വിഷമമൊന്നുമല്ല. ഞാൻ എൻ്റെ അടുത്ത് കാര്യം ചോദിക്കട്ടോ. അകലെ ഒരു കയ്യബദ്ധം ഞാൻ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാം. എന്ത്? ഇന്നലെ നീ ഇട്ടറിയില്ല ഞാൻ പച്ചത്തെറി ആ കമൻറ്റ് ഇട്ട ഞാൻ എൻ്റെ ഫേക്ക് അടിയെന്നാണ്. ഷേ എന്തോന്നടേ, ഒന്നാമതേ തേഞ്ഞിരിക്കണം, അതിൽ നീ ഇട്ട് ഉരക്കണം. സോറിഡേ, നീ ഹോസ്പോട്ടോ, ഞാൻ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും. അതിനെന്നെ ഓടേ, ഞാൻ ചോദിക്കാൻ വന്ന കാര്യം അതല്ല. അതല്ലേ നീ അടുത്ത ഫേക്ക് അടി തുടങ്ങണം. ഡേ, നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് എത്ര വർഷവും? എന്താ ആനിവേഴ്സറി ആഘോഷിക്കാൻ പ്ലാൻ ഉണ്ടോ? സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കാൻ വകയില്ല. എത്ര കൊല്ലം ആയെന്ന് പറയടേ? ഒരു 15-16 കൊല്ലം ആവും. അന്നൊക്കെ നമ്മളോട് എത്ര പേരുണ്ടായിരുന്നടാ? ആ ശരിയാണല്ലേ, നമ്മുടെ ജോഷി, അഭിന്, പിന്നെ സൈക്കോ ഫൈസൽ, കോഴി വിഷ്ണു, പിന്നെ പടക്കോ അമിത്, വട്ടമൽ, എല്ലാവരും കൂടി ഒരു 7 പേരുണ്ടായിരുന്നല്ലേ. നമ്മുടെ ഗ്യാങ്ങിൻ്റെ പേരെന്തായിരുന്നു? സ്റ്റാർ ബോയ്സ്. അതിൽ ബെസ്റ്റ് ഫ്രണ്ട് ആരൊക്കെയായിരുന്നു? നമ്മൾ രണ്ടും. നമ്മൾ. ഈ ബാക്കിയുള്ളവർക്ക് എവിടെയാണെന്ന് അറിയാമോ? ഫൈസൽ ദുബായിൽ, പിന്നെ കോഴി വിഷ്ണു ബാംഗ്ലൂരിൽ ഏതോ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അമൽ മിലിറ്ററിയിൽ. ആ പിന്നെ ജോഷി അഭിനും സിറ്റിയിൽ ഏതോ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ. അമിത് കഴിഞ്ഞ വെച്ചാൽ ഗൾഫിൽ നിന്ന് വന്നു. കല്യാണം ഉടനെ ഉണ്ടെന്നാണ് കേട്ടത്. അതങ്ങനെയാണല്ലോ, സകല ഉടായ്പ കാണിച്ചു കിടന്നിട്ട് ഗൾഫിൽ പോയാൽ നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടും. എടാ, അവന്മാരൊക്കെ രക്ഷപ്പെട്ട് നമ്മളുടെ ഫേസും തിരിഞ്ഞ്. അതിലെ അവർ വേറെ ലക്ഷ്യങ്ങളില്ലാത്തവരാണ്. അവർക്ക് എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കണം, കുടുംബത്തെ രക്ഷിക്കണം, സെറ്റിലാവണം. നമ്മൾ അങ്ങനെയാണോ? പിന്നെ നമ്മൾ എങ്ങനെയാടാ? ഇവിടെ നമുക്ക് സെലിബ്രിറ്റി ആവണ്ടേ, സിനിമ ചെയ്യണ്ടേ, കോടികൾ കൊണ്ട് അമ്മാനം ആടണ്ടേ? ഒരു ഓണക്കോടി എടുക്കാൻ കഴിവില്ല. എങ്ങനെ രക്ഷപ്പെടും? ആ വിഷ്ണു വിളിച്ചാൽ പറഞ്ഞാണ് നിന്റെ ഉള്ള കൂട്ടുവിടാൻ. ആ, അവ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഞാൻ നിന്റെ കൂട്ടുവിടാൻ തീരുമാനിച്ചത്. ഡേയ്, നിന്നെ വിട്ടിട്ട് എനിക്ക് രക്ഷപ്പെടണ്ടേ? എന്നെങ്കിലും ഒരിക്കൽ നീ രക്ഷപ്പെടുമല്ലോ, അന്ന് ഞാനും രക്ഷപ്പെടും. എന്നെങ്കിലും നീ രക്ഷപ്പെടുമല്ലോ, അന്ന് ഞാനും. ആ, അന്ന് നീയും രക്ഷപ്പെടും. എടാ വിഷ്ണു വിളിക്കണ്ട. സ്പീക്കർ ഫോൺ. ഹലോ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? നീ എവറാ? എടാ, ഞാൻ പുറത്ത് ഷോപ്പിങ്ങിന് നിൽക്കുവാടാ. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ തന്നെ കുനിഞ്ഞില്ലേ.